Hello. Hello. Good afternoon. Good afternoon, all. Good afternoon. Good afternoon, Miss. അപ്പൊ നമുക്ക് രണ്ട് ക്ലാസ് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് പോകേണ്ട വന്നു. അതായത് നമുക്ക് ഇച്ചിരി സ്പീഡിൽ എടുക്കണം കേട്ടോ. ക്ലാസ് മറ്റേ ക്ലാസ്സിലൊക്കെ ഇച്ചിരി കൂടുതലായി. നമുക്ക് രണ്ട് ക്ലാസ് മിസ്സിങ് വന്നു. അപ്പോ എങ്ങനെയാ ഞാൻ എടുത്തത്? ഇനി ഹെൽത്ത് കെയർ സിസ്റ്റം നിങ്ങൾ എടുത്തോടത്തോളം നോക്കിയില്ലേ? അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പറഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ തുടങ്ങിക്കോട്ടെ? ഓക്കെ അല്ലേ? ഒന്നും പറയാനില്ലല്ലോ? ക്ലാസ് തുടങ്ങിക്കോട്ടെ? എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഒത്തിരി മിസ്സിങ് അനറ്റി ശ്രദ്ധിച്ചിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ടോപ്പിക് ആണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ്. റിപ്പീറ്റ് ചെയ്തൊക്കെ നമുക്ക് പഠിപ്പിച്ചതാണ്. ഇനി അതില് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ്, അതായത് ഹോസ്പിറ്റലിനകത്ത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുണ്ട്, അതേമാതിരി പഠിപ്പിക്കുന്ന കുറെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ അകത്ത് ട്രീറ്റ്മെന്റ് കൂടാതെ തന്നെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഈ ഫങ്ഷൻസിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തില് ക്രിയേറ്റ് ചെയ്യുകയാണ്, പറയുകയാണ്. എന്താണ് എക്സ്റ്റേണൽ ഫങ്ഷൻ എന്നും ഇന്റേണൽ ഫങ്ഷൻ എന്നും. നമുക്കറിയാം ഇന്റേണൽ ഫങ്ഷൻ എന്താന്നുള്ളതും എക്സ്റ്റേണൽ ഫങ്ഷൻ എന്താന്നുള്ളത് അറിയാം. അതിന്റെ ടേം ഇതില് ഹോസ്പിറ്റലിൽ നമ്മൾ പറയുന്നത് ഇൻട്രാമ്യൂറൽ service within the wall of the hospital, then extramural service outside the wall of the hospital. അങ്ങനെ രണ്ട് ടേമിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നില്ലേ? എന്താണ് ഇന്റേണൽ ഫംഗ്ഷനും എക്സ്റ്റേണൽ ഫംഗ്ഷനും തന്നെയാണ് ഈ ടേമിൽ പറയുന്നത്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ, ദെൻ എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത് സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ അല്ലേ? ഇവിടെ തുടങ്ങിയല്ലേ എനിക്ക് എടുക്കാനുള്ളത് ഇതില്? സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോ യെസ്, അപ്പൊ അതില് നമ്മൾ ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത്. ഇൻട്രാമ്യൂറലും എക്സ്ട്രാമ്യൂറലും ആണ്. അത് ഇന്റേണൽ ഫങ്ഷൻസും എക്സ്റ്റേണൽ ഫങ്ഷൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാം. ഇനി ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് അതിൽ വിവരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹെഡിങ്ങിലാണ് വരുന്നത്. അതായത് പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിന്റെ മീനിങ്. റെസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കുക. Diagnostic, these consist of inpatient service involving medical, surgical and other specialties and special diagnostic. അതായത് നമുക്കറിയാം, നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സ് പേഷ്യൻസും സമീപിക്കുന്നത്. അപ്പൊ അവിടെ ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ എന്താണ്, അവർ ആദ്യം തന്നെ പേഷ്യന്റിനെ എന്താ പറയുക അനലൈസ് ചെയ്ത് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് ചെയ്യുക, എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റിന്റെ കാര്യങ്ങൾ ആവശ്യകതയുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ രോഗനിർണയവും അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക്കില് വരുന്നത്. ക്യൂറേറ്റീവ് എന്ന് പറയുന്ന അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് അതും ഹോസ്പിറ്റലിനകത്തുള്ള എന്താണ് റെസ്റ്റോറേറ്റീവിന്റെ കീഴിൽ വരുന്നതാണ്. എന്താണ് അത്? രോഗശാന്തി എന്നാണ് അതിന്റെ മീനിങ്. സ്പെഷ്യൽ മീനിങ് എന്ന് പറയുമ്പോൾ രോഗശാന്തി കൊടുക്കുക, അതായത് രോഗത്തിനെ നമ്മൾ എന്താ പറയുക രോഗം ഭേദമാക്കുക, അല്ലെ? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന മെയിൻ ഫംഗ്ഷനാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ക്യൂറേറ്റീവ് എന്ന ഒരു മീനിങ്ങിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് റിഹാബിലിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പുനഃസ്ഥാപിക്കുക. നമുക്കറിയാം മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ചില വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ എന്താ പറയുക ഫിസിഷ്യൻ എന്തെങ്കിലും ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ മെന്റലി ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ കൗൺസിലിംഗിന്റെ ആവശ്യം വരും, ചിലപ്പോൾ മോട്ടിവേഷൻ കൊടുക്കേണ്ട വരും. അവരൊന്ന് ആക്ച്വലി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ചിലപ്പോ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫംഗ്ഷനാണ്. അതിന്റെ ആ ടേം എന്ന് പറയുന്നത് റീഹാബിലിറ്റേറ്റീവ് എന്ന് വെച്ചാൽ രോഗത്തിന്റെ ആ ഒരു പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് ഇതിലും പറയുന്നത്.
ആ വ്യക്തിയെ കൂടുതൽ, അതായത് ചിലപ്പോൾ സോഷ്യൽ മിംഗിളിങ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് അസുഖം വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസ്, ഇപ്പൊ മെന്റലി ഡിസോർഡർ ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിനൊക്കെ വന്ന് എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരൊന്ന് അതിന്റെ പകരക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം ആ ടേംസ് ഒക്കെ എന്താണ് റീഹാബിലിറ്റേറ്റീവ് എന്ന ടേമിലാണ് വരുന്നത്. ദെൻ കെയർ ഓഫ് എമർജൻസീസ്, നമുക്കറിയാം ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ്, അപകടങ്ങൾ, ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലൊക്കെ ചെന്ന് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലെ. കേസ് അതാണ് എമർജൻസി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം തന്നെയാണ് കെയർ ഓഫ് എമർജൻസീസ്. ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ് ആണെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അതിന്റെ ആ രോഗങ്ങളെല്ലാം എന്താ പറയുക അത് കൈകാര്യം ചെയ്ത മുറിവുകളെല്ലാം ഉണക്കി എന്താ പറയുക ട്രീറ്റ്മെന്റ് ഒക്കെ തരുന്നത് എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം എന്താ പറയുക ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ ഇന്റേണൽ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനിലെ റെസ്റ്റോറേറ്റീവ് എന്ന ഒരു ടേമിന്റെ കീഴിലാണ് വരുന്നത്. ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റിഹാബിലിറ്റേറ്റീവ്, കെയർ ഓഫ് എമർജൻസി, ഇതെല്ലാം ഇതിന്റെ റെസ്റ്റോറേറ്റീവിന്റെ ടേമിന്റെ കീഴിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോ ഓക്കെ അല്ലേ, നിങ്ങള് കിട്ടി പോകുന്നില്ലേ? ക്ലാസ് എങ്ങനെ ടച്ച് ചെയ്യുന്നില്ലേ? പോവാലോ, ഫോളോ ചെയ്ത് പോകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് പ്രിവെന്റീവ്. നെക്സ്റ്റ് പ്രിവെന്റീവ്. ക്ലാസ് സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലായി പോകുന്നില്ലേ? നിങ്ങൾ എന്റെ ഒപ്പം പോകുന്നില്ലെങ്കിൽ വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ടൈം ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ അടുത്തൊരു ടൈം എന്ന് പറയുന്നത് പ്രിവെന്റീവ് അല്ലെ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് നോക്കാം. മുൻകരുതലുകൾ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലെന്താ പറയുന്നത് നോക്കാം. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. സാധാരണയായിട്ട് നമ്മള് പ്രഗ്നൻസി അല്ലെ, ഒരു സാധാരണ രീതിയിലുള്ള നോർമൽ പ്രഗ്നൻസി, മൈനാട്ടം എന്ന് പറയുന്ന ഒരു 9 months ഒരു 9 days ഒക്കെയാണല്ലോ. അപ്പൊ ആ ടേമിലെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഉള്ള മെഡിസിൻസ് ഒക്കെ ചെയ്യണം. അവിടെ കിടന്ന് ചികിത്സിക്കണം എന്നൊന്നും ചില സമയങ്ങളൊന്നും പറയില്ല. നോർമൽ ബർത്ത് ആവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് അല്ലെ ഒരു എന്താ പറയാ വിത്തിൻ 3 months അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ വീക്കിലി ഒക്കെ അങ്ങനെ പോകേണ്ടതൊക്കെ ആയിട്ട് വരും. എന്നാലും അത് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ്. പിന്നെ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇൻ കേസ് ചിലപ്പോഴൊക്കെ കുട്ടികളൊക്കെ ജനിച്ച് ഒരു നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5-8 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം. ഇൻ കേസ് നമ്മൾ നേരത്തെ അല്ലെ പ്രീമേച്ചർ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ വീഡിയോ ക്ലാസ് ഒന്നുകൂടി നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ക്യാച്ച് ചെയ്ത് ഒന്നും കൂടി വേണമെങ്കിൽ ഈ ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് നോർമലി ബർത്ത് ആണെങ്കിൽ നമുക്കറിയാം ഇത്ര ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടും. ഇൻ കേസ് ചില നേരത്തെ കൂടി അല്ലെ കുട്ടികൾ ചിലപ്പോൾ 8 months ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പ്രത്യേക സാഹചര്യം കൊണ്ടെല്ലാം ബർത്ത് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്കറിയാം എന്താ പറയാ അവരുടെ പ്രത്യേക സംരക്ഷണങ്ങൾ ഇൻക്യുബേറ്ററിലൊക്കെ സംരക്ഷിച്ച് കുട്ടികളുടെ ഗ്രോത്ത് അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഡെവലപ്മെന്റ് അവർക്ക് എന്തൊക്കെ വികാസങ്ങളൊക്കെ ഈ ടൈമിലൊക്കെ നേടാൻ പറ്റും. സാധാരണ ഒരു നോർമൽ കണ്ടീഷൻ വരെ അവര് അവിടെ അല്ലെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഫീഡിങ് ഒക്കെ നടത്തുകയും ചെയ്യും. ഒപ്പം അവരുടെ തന്നെ ഒബ്സർവേഷനിലായിരിക്കും അല്ലെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരെ പ്രത്യേക പരിശീലനത്തിലായിരിക്കും കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പ്രിവെന്റീവ് എന്ന അണ്ടറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്താണ് ഇന്റേണൽ അല്ലെ ഹോസ്പിറ്റലിന്റെ അകത്ത് നടത്തുന്ന ഫംഗ്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. അപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വില്ലേജ് വേസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന പദമാണ്. സാംക്രമിക രോഗങ്ങൾ അല്ലെ, പടർന്ന് പിടിക്കാവുന്ന രോഗങ്ങൾ. പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്, ഇതായത് ധാരാളം അതെ. അപ്പോ നമ്മുടെ ഇതിൽ എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ഇൽനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ അല്ലെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാള് നീണ്ടു നിൽക്കും. അപ്പൊ അത്തരങ്ങളുടെ അസുഖങ്ങൾക്കെല്ലാം ഉള്ള മുൻകരുതലുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റ് ആവശ്യകത വരും. അപ്പൊ അങ്ങനത്തെയുള്ള അസുഖങ്ങൾക്കെല്ലാം ചികിത്സ നടത്തുന്നത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ
നമുക്കറിയാം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് അസുഖം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പോകും അല്ലെ. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾക്ക് തന്നെ അവയർനെസ് കിട്ടാൻ വേണ്ടി പിന്നെ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, എന്തെങ്കിലും മുൻകരുതലുകളോ മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ടോ. പ്രത്യേകിച്ച് ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മിക്കവാറും പേഴ്സൺസ് ഒക്കെ അതൊക്കെ ചെക്കപ്പ് ഒക്കെ നടത്തും. എന്നിട്ട് അതിനനുസരിച്ചുള്ള മുൻകരുതലുകളും മെഡിസിൻസ് ഒക്കെ അവര് എടുക്കും അല്ലെ. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഓക്യുപ്പേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഓക്യുപ്പേഷൻസ്, ഒരുപാട് തൊഴിൽ മേഖല എവിടെയുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അതെല്ലാം ഇന്റേണൽ ഫങ്ഷൻസ് തന്നെയാണ്, ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ തന്നെയാണ്. പിന്നെ പ്രിവെന്റീവ് ഒന്നും കൂടെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗണമാക്കി തിരിച്ചേക്കാണ്. അതായത് അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ നോർമൽ ബർത്ത്, അതായത് കുട്ടികളുടെ എന്താ പറയുക സാധാരണ ബർത്ത് 9 months വരെയുള്ള പ്രഗ്നൻസി കാലഘട്ടത്തിലുള്ള ചികിത്സകളും അതുമായി ബന്ധപ്പെട്ടുള്ള ബർത്തിൻ്റെതായിട്ടുള്ള ചികിത്സാ രീതികളെല്ലാം ഹോസ്പിറ്റലിൽ നടക്കുന്നത് പ്രിവെന്റീവ്. അത് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് നേരത്തെ തയ്യാറെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് അതിന്റെ മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് അല്ലെ. ഹോസ്പിറ്റലിലെ 9 months ആവുമ്പോഴാണോ ചില എന്താ പറയുക സാധാരണ ചില ഇതികളിലൊക്കെ ഉണ്ട് കേട്ടോ, എന്താ പറയാ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഒക്യുപേഷണൽ ഹെൽത്ത് എന്നൊന്നും പറഞ്ഞ് അത് ഓക്യുപേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിന് മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള തൊഴിലുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയുടെ ഫംഗ്ഷൻ ആണെന്ന് ഓർക്കുക. അതെല്ലാം പ്രിവെന്റീവ്. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, പ്രവർത്തനങ്ങള്. അതായത് ഇപ്പൊ ലാബാണെങ്കിലും എന്ത് അവിടെ വന്ന എന്താ പറയുക ക്ലീൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കൂടി തൊഴിൽ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പെടുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഒരു മേഖലയാണ് തൊഴിൽ. ഏത് തരത്തിലുള്ള തൊഴിലാണെങ്കിലും അത് പ്രിവെന്റീവിന്റെ അണ്ടറിലാണ് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുൻകരുതലിനോടെയുള്ള ഒരു മീനിങ്ങിലാണ്. പക്ഷെ അതിന്റെ അണ്ടറിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിന് അകത്തുള്ള കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ, അതായത് ഓരോ സെപ്പറേറ്റ് തലമാറ്റി വേർതിരിക്കുന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ എന്താണ് അകത്ത് നടക്കുന്ന ഒരു വാളിനുള്ളിൽ, ഹോസ്പിറ്റലിന്റെ വാളിനുള്ളിൽ നടക്കുന്ന ഫംഗ്ഷനുകളെ വേർതിരിച്ച് ഓരോ തലങ്ങളിലേക്ക് ആക്കി മാറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ, ഹോസ്പിറ്റൽ ചില ഹോസ്പിറ്റലിലൊന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ചില ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ നഴ്സിംഗ് അല്ലെ മെഡിക്കൽ നമുക്കറിയാം നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അപ്പൊ അതായത് അവരുടെ പ്രാക്ടീസുകളെല്ലാം എന്താണ് ഹോസ്പിറ്റലിനകത്ത് നടത്തുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എഡ്യൂക്കേഷൻ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെപ്പറേറ്റ് വിങ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ പ്രാക്ടീസ് ഒക്കെ നടക്കുമ്പോൾ എന്താ ഹോസ്പിറ്റലുകളിലാണ് അവർക്ക് ആ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പൊ അത് ഇന്റർവ്യൂണൽ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഏതൊക്കെ രീതിയിലാണോ ഒരു ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലുകളിൽ ചില കോഴ്സുകളെ ഉണ്ടാവുള്ളൂ. ചില വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വലിയ കോഴ്സുകൾ ഉണ്ടാവും. ചില സ്പെഷ്യലൈസ്ഡ് അല്ലെ ഡോക്ടേഴ്സിന്റെ പവറിലുള്ള അല്ലെങ്കിൽ റിസർച്ചിന്റെ പവറിലുള്ള കോഴ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ടാവും. മെഡിക്കൽ കോളേജുകളൊക്കെ പോലെയുള്ള ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് കുറെ കോഴ്സുകളുടെ പ്രാക്ടീസ് എല്ലാം കൊടുക്കുന്നത് ഈ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ അകത്താണ്. അപ്പൊ അതുകൊണ്ടാണ് എഡ്യൂക്കേഷന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ. ഇതൊന്ന് കുറച്ച് കോഴ്സുകൾ ഇവരിവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിനേക്കാൾ അപ്പുറം കോഴ്സുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡാണ് ഇപ്പൊ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അവരുടെ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് എവിടെയാണ്, ഹോസ്പിറ്റലുള്ളിലാണ്. അപ്പൊ അത് ഹോസ്പിറ്റലുള്ളിലുള്ള ഫംഗ്ഷൻ ആണ്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, nurse and midwives, medical social workers, paramedical staffs, community and health education. ഇതെല്ലാം സെപ്പറേറ്റ് നമുക്ക് അറിയാവുന്ന കുറച്ച് കോഴ്സുകളുടെ പേരാണ് അവർ കൊടുത്തേക്കുന്നത്. ഇപ്പൊ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ എത്രത്തോളം ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളുണ്ട്. അതിന്റെയൊക്കെ ട്രെയിനിങ് അവർക്ക് എവിടെ കൊടുക്കുന്നത്, ഹോസ്പിറ്റലിന്റെ അകത്താണ്. അപ്പൊ മിഡ്വൈഫ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് BSc നഴ്സിംഗ് അല്ലാതെ ജസ്റ്റ് കുറച്ച് ഇപ്പൊ നമുക്ക് ഇതൊക്കെ പോലെയുള്ള കോഴ്സുകളൊക്കെ അതിപ്പോ വീണ്ടും അത് എന്താ പറയാ GNM ഒക്കെ ജനറൽ നഴ്സിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ വീണ്ടും അത് പ്രാബല്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അതായത് ടെൻഡർ പോസ്റ്റിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ചെറിയ കോഴ്സുകളൊക്കെയാണ്. അപ്പൊ നഴ്സുമാരുടെ BSc നഴ്സിംഗ് പോലെ തന്നെ ഉള്ള ഒരു ചെറിയ കോഴ്സാണ് എന്റെ മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ നഴ്സുമാരിൽ നിന്ന് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത് അല്ലേ. അങ്ങനെ തന്നെയല്ലേ ഇതില് കൂടുതൽ ഇരിക്കുന്ന വ്യക്തികൾക്കും കുറച്ചും കൂടി ചിലരൊക്കെ നഴ്സിംഗിന്റെ എന്താ പറയുക നഴ്സുമാരെ ആയിട്ടുള്ള വ്യക്തികളും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പൊ നോക്കാം മെഡിക്കൽ അതായത് ഡിഫറെന്റ് കോഴ്സുകൾ ഓരോ ഹോസ്പിറ്റലിൽ വ്യത്യസ്ത ഹോസ്പിറ്റലിൽ
കുറെ കോഴ്സുകൾ നടത്തുന്നുണ്ടാവും. ഏത് ഹോസ്പിറ്റലിൽ എത്രത്തോളം കോഴ്സുകൾ നടത്തുന്നുണ്ടോ അവരുടെ പ്രാക്ടീസുകളെല്ലാം കൊടുക്കുന്നത് ഇന്ത്യയുടെ ഫംഗ്ഷന്റെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നഴ്സ് ആൻഡ് മിഡ്വൈഫേഴ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് കീഴിൽ ധാരാളം കോഴ്സുകൾ ഉണ്ട്. അപ്പൊ അത് കുറച്ച് കോഴ്സുകൾ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ കാണിച്ചതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ റിസർച്ച്, നമുക്കറിയാം ഹോസ്പിറ്റലിൽ തന്നെയാണ്, അകത്ത് തന്നെയാണല്ലേ റിസർച്ച് ഫംഗ്ഷൻസ് ഒക്കെ പുറത്ത് നടത്തുമില്ല. അതിന് സ്പെഷ്യലൈസ് നടത്താമായിരിക്കാം. പക്ഷെ ഇൻ കേസ് ചില മിക്കവാറും ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ നടത്തുന്ന ഒരു ഇത് തന്നെയാണ് ഇത് റിസർച്ച്. റിസർച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പൊ നോക്കാം, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. എന്തെങ്കിലും രോഗത്തിന്റെ നിർണയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പകർച്ചവ്യാധി ആകാനായിട്ട് ചാൻസ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഹിസ്റ്ററിക്കലായിട്ട് കണ്ടുപിടിക്കുന്നതായാലും എന്ത് തരത്തിലുള്ളതായിട്ടുള്ള റിസർച്ചുകളും എന്താണ് റിസർച്ചിന്റെ അണ്ടറിൽ ഇൻട്രാമുറൽ ഫംഗ്ഷന്റെ കീഴിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ക്ലിനിക്കൽ മെഡിസിൻ, അതെ ചികിത്സാ രീതികൾ അല്ലെ, ഏതൊക്കെ ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും അത് എത്രയോളം ബെറ്റർ ആണോ. നമ്മള് എന്താ പറയുക, ഹോസ്പിറ്റലില് അവര് തന്നെ ഇപ്പൊ കോവിഡിന്റെ ടൈമിലെല്ലാം വ്യത്യസ്തമുള്ള ചികിത്സാ രീതികളാണ് ആദ്യമായിട്ട് അഡപ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ തന്നെയാണ് എന്താ ഹോസ്പിറ്റലുകാർ തന്നെയാണ് ഓരോന്നോരോന്നും ഓരോ വിങ് ഉണ്ടാക്കി അവര് തന്നെയാണ് പഠിച്ചാണ് നമുക്ക് എന്താ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ആദ്യം നമുക്കറിയാം ഒരുപാട് ഐസൊലേറ്റഡ് ഏരിയകളൊക്കെ ആക്കിയിട്ടാണ് ആദ്യം മെഡിസിൻസ് കൊടുത്തത്. പിന്നീടാണ് അത് വീണ്ടും വിപുലീകരിച്ച് പിന്നെ കുറെ വാക്സിൻ ഒക്കെ കൊടുത്ത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിന്റെ ആ പ്രോബ്ലംസ് ഒക്കെ ഇച്ചിരി കൂടി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ക്ലിനിക്കൽ മെഡിസിൻസ് എല്ലാം കൊടുക്കുന്നത് എവിടെ? ഹോസ്പിറ്റലിനകത്താണ്. അതായത് റിസർച്ച് എന്ന അതിന്റെ കീഴിലാണ് ഇത്തരം ചികിത്സാ രീതികളെല്ലാം നടപ്പാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പ്രാക്ടീസും അതിന്റെ ഭരണങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ചുമതലയുള്ള മാനേജ്മെന്റിന്റെ കാര്യങ്ങളും സ്റ്റാഫുകളുടെ എന്താ പറയുക അപ്പോയിന്റ്മെന്റ്സും എല്ലാ കാര്യങ്ങളും എവിടെ നടക്കുന്നത്? ഹോസ്പിറ്റലിന്റെ അകത്താണ്. അപ്പൊ ഇതെല്ലാം എന്താണ് റിസർച്ചിന്റെ കീഴില് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻട്രാമുറൽ ഫംഗ്ഷൻ എന്താന്ന് ഒന്ന് വേർതിരിച്ച് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് നമുക്കറിയാവുന്നതാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻട്രാമുറൽ ഫംഗ്ഷന്റെ കീഴിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൽ പ്രത്യേകം തിരിച്ചു വഹിച്ചേക്കുന്നത് റെസ്ട്രേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച് എന്നുള്ള ടേമിലാണ്. ഇതിൽ റെസ്ട്രേറ്റീവിലാണ് പ്രധാനമായിട്ട് സാധാരണയായിട്ട് പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ കീഴിലാണ്. പ്രിവെന്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് അല്ലെ, നമുക്ക് പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് അല്ല, ടൈം എടുക്കുന്ന ഡ്യൂറേഷൻ എടുക്കുന്ന കുറെ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് പ്രിവെന്റീവിന്റെ കീഴില്. അതിനൊപ്പം ഇടയ്ക്കിടയ്ക്കുള്ള ചികിത്സാ ഇതുകളും മറ്റു തല തൊഴിലുകളും എല്ലാം ഇന്നത്തെ പ്രിവെന്റീവില് കൊടുത്തിട്ടുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ നമുക്കറിയാം വ്യത്യസ്ത ഹോസ്പിറ്റലിൽ വ്യത്യസ്ത കോഴ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സുകളുടെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ അകത്താണ്. അതൊരു ഇൻട്രാമുറൽ ഫംഗ്ഷൻ ആയിട്ടാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതേപോലെ തന്നെ റിസർച്ച് എന്ന് പറയുന്നതും എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ആയിട്ടുള്ള പരീക്ഷണങ്ങളാവാം. ഇൻ കേസ് അതെല്ലാം വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഗവേഷണങ്ങളായിരിക്കാം നടത്തുന്നത്. ഇതെല്ലാം റിസർച്ചിന്റെ കീഴിലാണ്, ഇൻട്രാമുറൽ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനൊരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ ആണ്. നിങ്ങൾ ഓക്കെ അല്ലേ? അതായത് ഇത് വായിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു ഭാഗം തന്നെ ആയതുകൊണ്ട് ഞാൻ സ്ക്രീൻ എടുത്തത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്തായാലും ഇന്നലെ തുടങ്ങണം. കാരണം ക്ലാസ് ഒരുപാട് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ലിസ്റ്റിൽ കുറെ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്കത് ഓടിച്ചിട്ടാലും തീരില്ല. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ്, നമുക്ക് അറിയാവുന്നതുമായ ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ എന്തായിരിക്കും, നിങ്ങൾ ഏതെന്ന് പറഞ്ഞ എന്തായിരിക്കും എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോസ്പിറ്റലിന്റെ അകത്ത്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടത്തി ചികിത്സയൊന്നും ഇല്ലാതെ എന്തെങ്കിലും സർവീസുകളൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല കാരണം ടൈം പോകും. അപ്പൊ എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്ത് എപ്പോഴും ഉള്ള നിരന്തരമായ പ്രവർത്തനം കൊണ്ടല്ല, എന്തെങ്കിലും എന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് തന്നെയാണ്. പക്ഷെ അവിടെ എന്നും എന്താ പറയുക കിടത്തി ചികിത്സിക്കുന്ന ഒരു മാനദണ്ഡം ഒന്നും എടുക്കുന്നില്ല. നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. അതായത് ഔട്ട് പേഷ്യന്റ് സർവീസ്, നമ്മൾ കിടത്തി ചികിത്സയില്ലാത്ത ചികിത്സ കൊടുക്കുന്ന സമ്പ്രദായം. ഹോം കെയർ സർവീസ്, നമുക്കറിയാം കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും അവരെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും.
അതല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും എന്താ പറയുക മാക്സിമം അവർക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. ഇനിയിപ്പോ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കുക, 5-ആം മതി എന്നൊക്കെയുള്ള ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് അവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മള് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നഴ്സിംഗുമാരുടെ എന്തെങ്കിലും സേവനങ്ങളോ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഹോം കെയർ സർവീസസ്. മൊബൈൽ ക്ലിനിക്സ് നോക്കാം. മൊബൈൽ ക്ലിനിക്സ് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എന്താ പറയുക യുദ്ധവും അല്ലെങ്കിൽ ദുരിതാശ്വാസം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് വീടുകളിൽ തന്നെ എന്തെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുപോയി ഡോക്ടേഴ്സ് നഴ്സുമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വീടുകളിൽ തന്നെ സർവീസ് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് എന്താ മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ദെൻ ഡേ കെയർ സെന്റർ. പണ്ട് നമ്മൾ സ്കൂൾ എന്താ പറയുക കുട്ടികളെ ഡേ കെയറിലാക്കുന്ന മാതിരത്തെ ഒരു കാലഘട്ടമായി. കാരണം വീട്ടിലൊക്കെ പാരന്റ്സിനെയൊക്കെ നോക്കാനൊക്കെ ഏജ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടതാക്കി ജോലി കഴിയുമ്പോൾ തിരിച്ച് എടുക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ വരുന്ന ഒരു അപ്പോഴൊക്കെ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ അല്ലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതൊക്കെ ഒരു ഡേ കെയർ സെന്റർ എന്നുള്ള വേർഡ് മീനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ദെൻ നൈറ്റ് ഹോസ്പിറ്റൽസ്, അതായത് ഇപ്പൊ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇപ്പൊ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നൈറ്റ് അത് ദിവസത്തിന്റെ ആ രാത്രി ഒന്ന് കഴിച്ചു കൂട്ടിയിട്ട് വേണം നമുക്ക് നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ള എങ്കിൽ അങ്ങനെയുള്ള ഒരു രാത്രി മാത്രം ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ കെയർ ക്യാമ്പ്സ് നമുക്കറിയാം എപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളും യുദ്ധഭൂമിയിലൊക്കെ ഉള്ള ക്യാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ വ്യക്തികൾ ഉണ്ടാവും, പെട്ടെന്ന് ഇഞ്ചുറീസ് ഒക്കെ വന്ന ഒരുപാട് പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു ക്യാമ്പ് ചെയ്ത് അവിടെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ സേവനം അനുഷ്ഠിച്ച് ഒരുപാട് രോഗികളെല്ലാം ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് അവരൊക്കെ എന്തെങ്കിലും പേടിയാണെങ്കിൽ കൂടി ചിലപ്പോൾ കൗൺസിലിംഗും പോലെയുള്ള കാര്യങ്ങൾ കൂടി മെഡിക്കൽ കെയർ ക്യാമ്പ്സിലൊക്കെ നടത്തും. അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എന്താ പറയുക ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൈകാര്യം ചെയ്ത് അവരൊക്കെ ഭേദമാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കും. ഇതെല്ലാം എന്താണ് മെഡിക്കൽ കെയർ ക്യാമ്പ് എന്നുള്ള ലേബലില് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം എന്താണ് ഹോസ്പിറ്റലിന്റെ അകത്തല്ല സേവനങ്ങൾ അല്ലെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഈ സേവനങ്ങളൊന്നും ഹോസ്പിറ്റലിന് അകത്തല്ല, ബട്ട് ഹോസ്പിറ്റലുമായി ഡോക്ടേഴ്സ് നഴ്സുമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത്തരം സേവനങ്ങളിൽ സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകരുടെ കൂടി സാന്നിധ്യം കൊണ്ട് എന്താ പറയുക ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം എന്താണ് എക്സ്ട്രാ മിറർ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചെറിയൊരു ടോപ്പിക് അല്ലേ ഇൻട്രാ മിറർ ഫംഗ്ഷനും എക്സ്ട്രാ മിറർ ഫംഗ്ഷൻ എന്നുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ, ഓക്കെ ആണോ? നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് മാം കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരുന്നതാണ്. എന്തായാലും ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് നമ്മൾ ലെസൺ അവസാനിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ തരാറുണ്ട്. തീർച്ചയായിട്ടും ഈ ലെസണിന്റെയും തരും. പക്ഷെ നെക്സ്റ്റ് പാഠം ഒന്ന് തുടങ്ങി നെക്സ്റ്റ് ലെസൺ ഒന്ന് തുടങ്ങി വെച്ചില്ലെങ്കിൽ നമ്മൾ ആകെ ഒരു ഭയങ്കര ഗ്യാപ്പ് നിൽക്കും. കാരണം നമ്മളുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ല, ടീച്ചേഴ്സിന് അതിൻ്റെതായ ഒരു കുറച്ച് ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പൊ എനിക്കിത് തുടങ്ങി വെച്ച് ക്വസ്റ്റ്യൻസ് തരാനാണ് എന്റെ ഒരു ടൈം ടേബിളിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? നിങ്ങളിത് ക്യാച്ച് ചെയ്തോ? ഈ ക്ലാസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക PDF പോകാം. ക്വസ്റ്റ്യൻസ് തരും തീർച്ചയായിട്ടും. ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരാം. എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം അടുത്ത ബാലൻസ് ക്വസ്റ്റ്യൻസും കൂടി തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നെക്സ്റ്റ് ടോപ്പിക് തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ നെക്സ്റ്റ് ലെസൺ. പ്രത്യേകിച്ച് ഡൗട്ടുള്ള കാര്യമൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് അപ്പൊ തന്നെ അവസാനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ലെസണിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ആണ്. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ പ്രോബ്ലംസ് ഒക്കെ തന്നെ മുമ്പ് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ? ഇവിടെ പറഞ്ഞില്ലായിരുന്നോ ഈ ചാപ്റ്റർ എടുക്കുന്ന ട്രാൻസ്പോർട്ട്? ഇല്ല. എന്നാ നിങ്ങളുടെ കയ്യിലുണ്ടോ PDF ഉണ്ടോ ട്രാൻസ്പോർട്ട് പേഷ്യൻസ്?
കുറച്ച് ടൈം തരാം ഞാൻ നിങ്ങൾക്ക് ഈ PDF ഒന്ന് എടുക്കാനുള്ള സമയം. ചാപ്റ്റർ 12 ആയിട്ട് വരും. എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ കുറച്ചു പേരുടെ കയ്യിലെങ്കിലും ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതെ, ഞാനും ഓർക്കുന്നു. കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിരുന്നത് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് തുടങ്ങി വെക്കാം എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മുടെ ക്ലാസ് തുടങ്ങിയത്. പക്ഷെ ഭാഗ്യവശാൽ നമുക്കത് പറ്റിയില്ല. അപ്പോ ഈ ക്ലാസ്സിൽ നമുക്ക് എന്തായാലും എടുക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞു പോണതിനുള്ളില് ചാപ്റ്ററിന്റെ നമ്പർ 12 ആണ്. അതെ, ചാപ്റ്ററിന്റെ നമ്പർ 12, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഉള്ളവരൊന്ന് എടുത്തോളൂ കേട്ടോ. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അങ്ങനെ അവസാനിച്ചു. വലിയ കുഴപ്പമില്ലാത്ത ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇതും എന്താ പറയാ, നമുക്ക് അറിയാവുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മള് ഫേസ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ചാപ്റ്റർ ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. നമുക്കല്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് എന്താ പറയുക, ചിലപ്പോ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ, അതല്ലെങ്കിൽ എന്താ പറയുക വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറയുമ്പോഴോ, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഇനി മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്തു പ്രായമായൊക്കെ വരുമ്പോ ചിലപ്പോ ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സ നോക്കിക്കോളൂ, ഇത്രയൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ വീട്ടിലേക്ക് ഡോക്ടേഴ്സിന് പേഷ്യൻസിനെ പറഞ്ഞേക്കുമ്പോഴോ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു പേഷ്യന്റിന്റെ ഷിഫ്റ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഒരു ലെസൺ തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഓക്കെ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? കയ്യിലുള്ളവരൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ, അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവിന്റെ സമ്മതത്തോടു കൂടിയിട്ടൊക്കെ ഹോസ്പിറ്റലിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഇൻ കേസ് ഇതിലും എന്താ പറയുക ഹോസ്പിറ്റലിന്റെ അകത്തുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ICUയിലേക്കോ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ പുറത്ത് വേറെ ഏതെങ്കിലും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് അയക്കുകയോ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മധുര ഹോമിലേക്ക് ഹോസ്പിറ്റലിലെ എന്താ പറയുക മാക്സിമം ആൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന രീതിയോ ഏതെങ്കിലും. അപ്പൊ ഈ കേസ് ഞാൻ പറഞ്ഞ ഏജ് ഓവർ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ ഒന്നും സക്സസ് ആയി വരില്ല. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഇതാണ് ഒപ്പീനിയൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. The intra and inter-hospital patient transfer is an important aspect of a patient care which is often handled to enhance the existing management of the patient. അപ്പൊ നമ്മളല്ലോ പറയാണ്, അതായത് ഹോസ്പിറ്റൽ ഇൻട്രായാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക്, അതായത് മറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ എവിടേക്കും പുറത്തേക്ക്. ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ICUയിലേക്കോ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിച്ച് ഈസ് ഓഫൺ ഹാൻഡിൽഡ് ടു എൻഹാൻസ് എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ്. അതായത് നിലവിൽ ഏത് ഈ പേഷ്യന്റ് എവിടെയാണോ ചികിത്സയിൽ ഇരിക്കുന്നത്, ആരുടെ കീഴിലാണോ അല്ലെങ്കിൽ ഏത് നഴ്സിന്റെ അണ്ടറിലാണോ അല്ലെങ്കിൽ ഏത് ഡോക്ടറിന്റെ കീഴിലാണോ അവിടെ ഇരിക്കുന്ന വ്യക്തികൾ ആ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളിലെല്ലാം പങ്കാളിയാകേണ്ടതുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണെന്നാണ് പറയുന്നത്. It may involve carrying a patient with the same facility for any diagnostic procedure or shift to another facility with more well-developed care. അതായത് എന്റെ പേഷ്യന്റ് സെയിം അവർക്ക് എന്താ പറയുക ചിലപ്പോ സെയിം ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും. പക്ഷെ ചിലപ്പോ നമ്മളിപ്പോ നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ ചില ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക തുടക്കം അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓപ്പറേഷനൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ചിലപ്പോ ഒരു ക്യാൻസറിന്റെ ഒക്കെ ഒരു ചെറുതായിട്ടൊരു തുടക്കം തോന്നി എന്നൊക്കെ ഡോക്ടേഴ്സിന് തോന്നുന്നത്. ഡോക്ടേഴ്സിന് അത് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, അവര് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ക്യാൻസറുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്
അവർ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ അവിടേക്ക് പറഞ്ഞിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇപ്പൊ എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി വിത്ത് മോർ വെൽ ഡെവലപ്ഡ് കെയർ, കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. സാധാരണ ജനറൽ വാർഡിനെ ഒന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും വരാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ICU ഒക്കെ കൊടുത്ത് ICUയിലേക്ക് ട്രീറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് രോഗിക്ക് ബെറ്റർ കണ്ടീഷൻ ആക്കി എടുക്കും. അങ്ങനെയുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെയാണ് ഇവരെ പറഞ്ഞിരിക്കുന്നത്. The main aim in all such shifting is to maintain the continuity of medical care. അതിന്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ആയിട്ട് സപ്പോർട്ട് കൊടുത്ത് കൂടുതൽ എന്താ പറയുക ആ വ്യക്തിക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? എനിവേ ആർക്കെങ്കിലും ഇതാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോ നോക്കാം, നമ്മൾ എന്താ പറഞ്ഞു നടത്തിയത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ കൊടുക്കുക, മിക്കവാറും പേഷ്യന്റിന് സുരക്ഷയ്ക്ക് പേഷ്യന്റിന്റെ തന്നെ ആരോഗ്യത്തിന് പ്രധാനമായിട്ട് കെയർ കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. അതായത് നമ്മൾ കൃത്യമായിട്ട് പ്രൊഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവചിക്കുക എന്നൊക്കെയുള്ള ഇതാണ്. അതായത് നന്നായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് നെഗറ്റീവ്ലി പ്രോബ്ലംസ് സംഭവിക്കാം അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ സംഭവിച്ചാൽ ചിലപ്പോഴെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചില പേഷ്യൻസിനോടൊപ്പം പേഷ്യൻസ് വരെയും ഉണ്ടാവും. നമുക്കറിയാം ചില ആംബുലൻസിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചില ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിത്ത് ഡോക്ടേഴ്സും നഴ്സുമാരും വരെ ചിലപ്പോൾ ചില രോഗികളോടൊപ്പം ഉണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സുകൾ മാത്രമായിരിക്കും, ചില ഓക്സിജൻ സിലിണ്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ ഡ്രൈ ട്യൂബോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്സിജൻ എന്താ പറയുക ഇതൊക്കെ കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ ഇത്ര ടൈമിനുള്ളിലൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എന്താ ഇവരോടൊപ്പം ഈ പേഷ്യന്റിനോടൊപ്പം ഉണ്ടാവും. അപ്പൊ അതെല്ലാം നല്ല കെയർഫുൾ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് ആയിരിക്കും അവരുടെ റിസൾട്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്, നമ്മൾ നേരത്തെ കൂട്ടി അത് മനസ്സിലാക്കണം. അതെ, നേരത്തെ കൂട്ടി പ്രവചിക്കുക എന്ന് അർത്ഥം, നേരത്തെ കൂട്ടി തയ്യാറെടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അങ്ങനെ പ്രവചനം എന്നാണ് അർത്ഥം. അതായത് നെഗറ്റീവായിട്ട് സംഭവിക്കാമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിട്ട് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. അത് ചേഞ്ചസ് ഒക്കെ വരാം എന്നുള്ളത്, നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പോകുന്ന മുടക്കി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്നുള്ളത് നേരത്തെ കൂട്ടി പ്രവചിച്ച് അതിനനുസരിച്ചുള്ള ആക്ഷൻസും കൂടി എടുക്കേണ്ടതായിട്ട് വരും. It should be initiated safe transfer consists of a decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of transfer, that is non-transfer. ഇത് വിളിച്ചു പോവുകയാണ്. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എടുത്ത് നല്ലൊരു ഡിസിഷൻ എടുക്കണം അല്ലെ. ഡോക്ടേഴ്സിന് വെറുതെ രോഗിയെ പറഞ്ഞേക്കാൻ പറ്റില്ല, അവരോട് പറയണം ഇന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ഇവിടെ ഈ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയാണെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിൽ കൂടുതൽ സൗകര്യം ഉള്ളത്, ആ ഡോക്ടറാണ് അതിന്റെയൊക്കെ കൂടുതൽ സ്പെഷ്യലിസ്റ്റ്, അപ്പൊ അവിടേക്ക് നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ട് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസിഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ നല്ലതായിട്ട് എന്താ പറയുക പേഷ്യന്റിനും റിലേറ്റീവ്സ് ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇൻ കേസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ പരിചരിച്ചിട്ട് നമുക്ക് ബെറ്റർ കണ്ടീഷൻ അല്ലാതെ ആവുമ്പോൾ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് തന്നെയായിരിക്കും ഡോക്ടേഴ്സിന്റെ എന്താ പറയുക നമുക്ക് മാറ്റിക്കൊണ്ട് പോകണം, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് റിലേറ്റീവ്സ് തന്നെയായിരിക്കും പറയുന്നത്. ചിലപ്പോൾ ഡോക്ടേഴ്സ് തിരിച്ചു പറയാം, നിങ്ങൾ ഇവിടെ ഫെസിലിറ്റീസ് കുറവാണ്, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പോൾ ഇതേമാതിരി പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അങ്ങോട്ട് ചോദിച്ചു അല്ലെ, ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്ത് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കും. അപ്പൊ ഇത് ഷുഡ് ബി ഇനീഷ്യേറ്റഡ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഡിസിഷൻ ട്രാൻസ്ഫർ, അവിടെ ഒരു ഡിസിഷൻ തീരുമാനം എടുക്കണം, അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടി പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അതിനനുസരിച്ച് വേണ്ടിയിട്ട്
ഉള്ള കുറെ മുൻകരുതലുകൾ എടുക്കണം അല്ലെ. വെറുതെ ഒരു രോഗിയെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതിനൊക്കെ കുറെ എന്താ പറയുക തയ്യാറെടുപ്പുകളെല്ലാം ആവശ്യമാണ്. ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. എങ്ങനെയാണ് രോഗിയെ കൊണ്ടുപോകുന്നത്? ചിലപ്പോ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളിലാണെങ്കിൽ എന്താണോ ചിലപ്പോൾ സ്ട്രക്ചറിൽ കൂടി ആയിരിക്കണം വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്താ പറയാ വീൽ ചെയർ ഉപയോഗിച്ചിരിക്കാം. ഇൻ കേസ് ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്പോർട്ട് പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. അതായത് ചിലപ്പോഴെല്ലാം വേറെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം ഇപ്പൊ എന്താ പറയാ ലാൻഡ് ട്രാൻസ്പോർട്ട് ആരാം ചിലപ്പോ എയർ അല്ലെ. നമുക്ക് വിമാന ഗതാഗതം എന്നുള്ള മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ലാൻഡ് ട്രാൻസ്ഫറും എയർ ട്രാൻസ്പോർട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അവിടെ എല്ലാം കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. എന്താ പറയുക അലോങ് വിത്ത് ദ പേഷ്യന്റിനോടൊപ്പം പേഴ്സണൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എക്യുപ്മെന്റ്സ് ആൻഡ് മോണിറ്ററിംഗ് നീഡ്സ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ഈ പേഷ്യന്റിനോടൊപ്പം ഉണ്ടെങ്കിൽ അതും കൂടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അതൊക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം. അതിന്റെ മോണിറ്ററിംഗ് നീഡ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പ് അല്ലെ, മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഹൃദയമെടുപ്പോ എന്തെങ്കിലും താളങ്ങളോ ഒക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ അങ്ങനത്തെ ചെക്കപ്പ് ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ, ഇല്ല ചില കേസുകളിലൊന്നും ഇതൊന്നും ആവശ്യമുണ്ടാവില്ല. എന്താണോ രോഗിക്ക് എങ്ങനെയാണോ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കൊടുക്കാൻ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചുള്ള പർപ്പസിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. Then finally the documentation and hand over the patient at the receiving facility. അവിടെ എന്തെങ്കിലുമൊക്കെ ഇതുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇപ്പൊ റിസീവിംഗ് ആയിട്ടുള്ള വ്യക്തി അല്ലെ, ഏതോ ഹോസ്പിറ്റലാണോ ഏതോ ഡിപ്പാർട്ട്മെന്റ് ആണോ അവർക്ക് ആവശ്യമായുള്ള എല്ലാ രേഖകളും എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുക്കണം. ഒരു പേഷ്യന്റിനെ മാത്രം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡോക്ടേഴ്സിനും നഴ്സിനും മനസ്സിലാവോ? ഇല്ല. അവർക്ക് എന്തൊക്കെയാണ് ഈ രോഗിയെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ. ഡോക്ടേഴ്സിന്റെ ഒരു ഫോം അതൊക്കെ താഴേക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ ഡെസിഗ്നേഷനോടുകൂടിയുള്ള ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ലപ്പ് ചെയ്തിരിക്കണം. തന്നെ അവരെ കൂടുതൽ കെയർ ചെയ്ത നഴ്സുമാരുടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇത് ഹാൻഡിലോട് കൂടിയിട്ട് ഇപ്പോ വ്യക്തിക്ക് ആവശ്യം നിലവിൽ അത് വേണമെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സും കൂടി ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസും കൂടി ആയിരിക്കണം എവിടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട്, റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പൊ ഇവിടെ എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തും കെയർ ആയിരിക്കണം. then അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസും നമ്മൾ ഒപ്പം കൊടുത്തു വിടുന്നതാണ്. ഇൻട്രൊഡക്ഷനിൽ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ജനറൽ വാർഡിൽ നിന്ന് ICUയിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനോട് കൂടിയിട്ടായിരിക്കണം തീരുമാനം എടുക്കണം അല്ലെ. ഡോക്ടേഴ്സിന് മാത്രം ഈ പേഷ്യന്റിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യന്റോ അറിഞ്ഞിട്ടുള്ള ഡിസിഷനോട് കൂടിയിട്ട് നമുക്ക് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഡിസിഷൻ തുടങ്ങി അങ്ങ് അവസാനം മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്താണ് ഏത് മാർഗം ഉപയോഗിച്ചാണ് വ്യക്തിയെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം എന്തൊക്കെ സംഭവങ്ങൾ വേണ്ടി വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് എന്ത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ഓക്കെയാണോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇത്? നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ വല്ലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താ പറയുക ജനറൽ വാർഡിൽ നിന്നൊക്കെ ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണും, അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇത് തന്നെ, അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷനെ വീണ്ടും വീണ്ടും കാര്യമായിട്ട് താഴേക്ക് വിവരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. Definition: transfer is defined as the preparing patient, completing request records, and shifting patient to another department within the hospital or to another hospital or home. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ട്രാൻസ്ഫർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിലും അത് തന്നെ പറയുന്നത് പ്രിപ്പയറിംഗ് പേഷ്യന്റ് കംപ്ലീറ്റ് റിക്വസ്റ്റ് റെക്കോർഡ്സ് എന്തൊക്കെ അപേക്ഷ കൊടുത്തിട്ടാണോ ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രോഗിയുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഇവിടെ ചികിത്സിക്കാൻ, അപ്പൊ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അപ്പൊ ആ റിക്വസ്റ്റ് അതൊക്കെ റെക്കോർഡ്, ആ റിക്വസ്റ്റ് ഒക്കെ എന്താ പറയുക ഡീറ്റെയിൽസ് ആയിട്ടുള്ള റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കണം. അതിന് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും
ഈ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നതെങ്കിലും റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. വിതിൻ ദ ഹോസ്പിറ്റൽ ഓർ അനദർ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഹോമിലേക്കാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷൻ ആരൊക്കെയാണ് എടുക്കേണ്ടത്, ചിലപ്പോൾ ഡോക്ടേഴ്സിന് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ നഴ്സുമാർക്ക് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ആർക്കൊക്കെയാണ് ചെയ്യേണ്ടതുണ്ട് ഡ്യൂട്ടി ഉള്ളത് അവരെല്ലാം അത് റെക്കോർഡ്സ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. Transfer is defined as preparing patient, completing request records and shifting patient to another department within the hospital. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആവാം ട്രാൻസ്ഫർ ചെയ്യുന്നത്, or to another hospital, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഹോമിലേക്കോ ആയിരിക്കാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? The next purpose to get necessary diagnostic test and procedure. പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഒന്നിലെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഹോമിലേക്കോ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ ഉദ്ദേശമാണെന്ന് നോക്കാം. നെസസറി ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും ടെസ്റ്റുകൾ അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് ഇത്രയും ദിവസം ഒബ്സർവേഷനിൽ കിടത്തിയിട്ടായിരിക്കും അവർക്ക് ചികിത്സകളെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോ ചില രോഗികളെ ചില ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ICUലേക്കൊക്കെ കടത്തേണ്ട ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു നഴ്സിംഗ് കെയർ കൊടുക്കേണ്ട ആവശ്യം വരും. അവരുടെ ഹെൽത്ത്, ആ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇത്തിരിയും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും അവരുടെ രോഗം ഭേദമാകാനായിട്ട്. ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, ഇതെല്ലാത്തിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്, ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് കെയർ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയല്ലോ ക്യാൻസറോ അല്ലെങ്കിൽ യൂറിനറിയോ അങ്ങനെ എന്തെങ്കിലും ആണ് കണ്ടുപിടിച്ചെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഈ വ്യക്തിക്ക് ആ അസുഖം ഭേദമാക്കാൻ സാധിക്കും എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള എയിം. അപ്പൊ ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, to place the most suitable utilization or available personnel and services. അവർക്ക് കൂടുതൽ മോസ്റ്റ് സൂട്ടബിൾ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ അല്ലെ, എന്താ പറയാ, ഏറ്റവും മാക്സിമം യൂട്ടിലൈസേഷൻ ഉപയോഗിക്കുക, ഏറ്റവും നല്ല ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ പേഷ്യന്റിനെ വിധേയമാക്കുന്നത്. അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. പേഷ്യന്റിന്റെ നീഡ്സ്, ഇപ്പോഴത്തെ ആവശ്യം, ഈ രീതിയിലുള്ള ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അസുഖം, ആ അസുഖത്തിൻ്റെതായ ആവശ്യം അത് മാറാനായിട്ട്, ആ പ്രോബ്ലംസ് മാറാനായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, മാച്ച് ആയിട്ടുള്ള നഴ്സിംഗ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫറിങ് എന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. ഇതൊക്കെയാണ് ഉദ്ദേശം. അതായത് മെയിൻ ആയിട്ട് രോഗിക്ക് സ്പെഷ്യൽ കെയർ കിട്ടുക, അവരുടെ രോഗം പെട്ടെന്ന് എളുപ്പത്തിൽ സുഖമാകുക, അതിനുവേണ്ടി ചിലപ്പോഴെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വിധേയമാക്കാം അല്ലെ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ, ജനറൽ ഹോസ്പിറ്റലിലൊക്കെ വളരെ പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ അതാണ് രോഗിയുടെ അവസ്ഥയെങ്കിൽ എന്താ പറയുക, ആ സ്പെഷ്യലിസ്റ്റ് ഇതിലേക്ക് പോകും. ഒരാൾക്ക് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് കണ്ടുപിടിച്ചേക്കണമെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ ഡോക്ടറെ നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എന്താ പറയുക റിലേറ്റീവ്സിന്റെ ആവശ്യപ്രകാരവും രോഗിയെ കൊണ്ടുപോകാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം ആയതുകൊണ്ട് അതിനു വേണ്ടി സ്പെഷ്യൽ കെയർ കിട്ടുക, അല്ലെങ്കിൽ എന്താ അവരുടെ നീഡ്സ്, അവരുടെ പ്രോബ്ലംസ്, പേഷ്യന്റിന്റെ പ്രോബ്ലംസ് മാറിയെടുക്കുക, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ നേഴ്സ് കെയർ കിട്ടുക, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ്, ഇതെല്ലാം ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്താ ട്രാൻസ്ഫറിങ് എന്ന ഒരു പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു മീനിങ്ങിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സെയിം ഇതില് വീണ്ടും ഡെഫിനിഷനായിട്ടും വീണ്ടും പർപ്പസ് ആയിട്ടും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, താഴേക്ക് വരുമ്പോഴാണ് ഇച്ചിരി കൂടി ഇത്തിരി കെയർഫുൾ ആയിട്ട് നോക്കി പോകേണ്ടത്. നോക്കാം ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. എന്തൊക്കെ തരത്തിലുള്ള പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ വിവരിച്ച കാര്യം തന്നെയാണ് വീണ്ടും ഇതിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, എന്തൊക്കെ ട്രാൻസ്ഫർ ആണ് ശരിക്കും നടത്തുക? നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്? ഹോസ്പിറ്റലിന്റെ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുമോ? വെറുതെ ഇരുന്ന് കേൾക്കാണെന്ന് അറിയാം, ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞുള്ള സമയം കൊണ്ട് ഓർക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന. ഓക്കെ,
അതൊക്കെ ഏതൊക്കെ മോഡ് ഈ പറഞ്ഞോണം ഏതൊക്കെ രീതിയിൽ ട്രാൻസ്ഫർ നടത്താമെന്നുള്ളത് ഞാൻ ചോദിച്ചത് ഏതൊക്കെ ടൈപ്പില് ട്രാൻസ്ഫറിങ് ഫംഗ്ഷൻ എന്ന ഒരു സംഭവം ഏതൊക്കെ രീതിയിലാവാം, ഏതൊക്കെ ടൈപ്പ്. ഇപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞാൽ ശരിയാണ്, ലാൻഡും എയർ. അതായത് ഓക്കെ ഇന്റേണൽ ആവാം. നെക്സ്റ്റ് വൺ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പറയൂ. ഇന്റേണൽ ആണെങ്കിൽ പിന്നെ അടുത്തതാവട്ടെ. അപ്പൊ എക്സ്റ്റേണൽ. അപ്പൊ ഓക്കെ ഇൻട്ര ആൻഡ് ഇന്റർ. ഓക്കെ ഇതാണ് ഈ ഒരു മീനിങ്ങിൽ എടുത്താലും ഇൻട്ര ആൻഡ് ഇന്റർ നിങ്ങൾ ആ ടേം പഠിച്ചു വയ്ക്കണം. അതായത് ഇന്റർ ട്രാൻസ്ഫറും ഇൻട്ര അതായത് പുറത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ. അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഈ പല മീനിങ് വരുമ്പോ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ട്രാൻസ്ഫർ അല്ലെ. നമ്മൾ നേരത്തെ അതിൽ പഠിച്ചു, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പഠിച്ചു ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ട്രാൻസ്ഫർ ആണ് ഇന്റർ ട്രാൻസ്ഫർ. അതിന്റെ പുറത്തേക്കുള്ള ട്രാൻസ്ഫർ ആണ് ഇൻട്രാ ട്രാൻസ്ഫർ. അതിന്റെ വേറൊരു നെയിമാണ് ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ നെയിം. ഇതെല്ലാം സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും പുറത്തേക്ക്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ട്രാൻസ്ഫറും ഹോസ്പിറ്റലിന്റെ പുറത്തേക്കുള്ള ട്രാൻസ്ഫർ. അപ്പോ നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിച്ചതിന് ഇരിപ്പുണ്ട്. ഓക്കെ അനദർ ഫെസിലിറ്റി. ഓക്കെ അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എനിവേ നിങ്ങൾ എന്താ പറയാ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. അപ്പോ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിനകത്ത് പേഷ്യന്റിനെ ഇന്റേണൽ ആയിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ജനറൽ വാർഡിൽ നിന്ന് ICUയിലേക്കോ അങ്ങനെ ഏതെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ഇന്റേണൽ ട്രാൻസ്ഫർ. To transfer the patient in a unit that provides special care or care suited to his requirements. Example from general ward to ICU. The next external transfer. എന്താ പറയുന്നത്? To transfer the patient from one hospital to another hospital for the purpose of a special care. Example from general hospital to specialized hospital. വീണ്ടും പറയുന്നു ക്യാൻസർ സെന്റർ. അപ്പൊ ഇത് നമ്മൾക്ക് രണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്റേണൽ ട്രാൻസ്ഫർ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വീണ്ടും ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പറയാണ്. ഇന്റർ ട്രാൻസ്ഫർ, അതന്നെ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും പറഞ്ഞു. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെയുള്ളത്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വേറെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോമോ എവിടേക്കെങ്കിലും അല്ലെ, മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ പുറത്തേക്ക് ഔട്ട്സൈഡ്, അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ വിത്ത് ഇൻ ദ ഫെസിലിറ്റി. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അതായത് ഉള്ളിലുള്ള ആ ഫെസിലിറ്റീസ്, അതിനുള്ളിലുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ നടത്തുമ്പോൾ ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. വീണ്ടും അതിലെ താഴേക്കും കൂടി വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും. ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി അതായത് പുറത്തേക്ക് വിപുലീകരിച്ചുള്ള ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിന്റെ പുറത്തേക്കൊക്കെയുള്ള ഒരു ചികിത്സാ സമ്പ്രദായം. ഇന്ത്യൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണ്, സൗകര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഇവിടെയും ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്തെന്ന് വരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോ ചില ഡ്യൂട്ടീസ് ഒക്കെ എന്താ പറയുക, ഇതൊക്കെ എന്താ പറയുക ഒരു സാധാരണ ഡ്യൂട്ടീസ് ഒക്കെ അല്ലെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കാം. എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കണേ നോക്കാം. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. അതായത് ഇതിൽ എന്താ പറയുന്നത്, ഓർഡേഴ്സ് ട്രാൻസ്ഫർ ഓർഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സും ഇതില് ഭയങ്കരമായിട്ട് മോസ്റ്റ് അവരുടേതായ ഡ്യൂട്ടികളൊക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഡിക്ലറേഷൻ അതായത് ക്വസ്റ്റ്യൻ തന്നില്ലാട്ടോ. ഓക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നോക്കാം. ഇത് ഒരു 2-3 മിനിറ്റ് ഞാനേ ഫസ്റ്റ് അതായത് ഇന്നൊരു 2-3 ക്വസ്റ്റ്യൻ തന്നല്ലേ, നെക്സ്റ്റ് ടൈമിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ തന്ന് അവസാനിപ്പിക്കാൻ നോക്കാം. അപ്പൊ നമ്മള് ഇതൊന്ന് തീർത്ത് വെച്ചേക്കാം. ഇതേ വരെ എടുക്കുള്ളൂ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേഖലയാണ്, പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്താ നോക്കാം. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ ഡിക്ലറേഷൻ അല്ലെ, അവർക്ക് കൃത്യമായിട്ട് ഈ രോഗിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഭേദമാകും. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഡിസ്കഷൻ ചെയ്ത് ഡോക്ടേഴ്സ് നമ്മളോട് നിർദ്ദേശിക്കും. അപ്പൊ അവരിൽ നിന്ന് ഒരു റിട്ടൺ ഡിക്ലറേഷൻ എന്താണ് കൃത്യമായിട്ട് സ്വീകരിച്ചിരിക്കണം.
അതായത് ഡോക്ടേഴ്സ് ഇവരെ പരിചരിച്ച ഈ രോഗിയെ പരിചരിച്ച ഡോക്ടേഴ്സിൽ നിന്നൊരു റിട്ടൺ ഡിക്ലറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കണം. നെക്സ്റ്റ്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അവര് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഈ ഒരു രോഗീനെ കൊണ്ട് ICUലേക്ക് ആയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഡെസ്പാവൂലേ, അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റിലേറ്റീവും തമ്മിലേക്ക് അവരുടെ ഉത്കണ്ഠ അകറ്റാൻ വേണ്ടിയിട്ട് അവരോട് പറയണം ഇന്ന കാര്യങ്ങൾ കൊണ്ട് ബെറ്റർ ആവും, അല്ലെ ഈ പേഷ്യന്റ് ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആവും, പക്ഷെ അവർക്ക് ചെറിയൊരു കെയർ കൂടുതൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്തേണ്ടി വരും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്റിമേറ്റ് ദ പേഷ്യന്റിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വേണ്ടി വരും. ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള വാർഡ് സിസ്റ്റർ ഉണ്ടാവും, അല്ലെ, നമ്മള് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ വാർഡ് സിസ്റ്റർ ഉണ്ടാവും. ആ വ്യക്തിയും ഇത് അറിഞ്ഞിരിക്കണം. Then check the chart for the complete recording of important sign, nursing care and treatment given. അതേമാതിരി തന്നെ ഈ റെക്കോർഡിലെല്ലാം എന്തെങ്കിലുമൊക്കെ സൈനുകൾ, അല്ലെ, നഴ്സുമാരൊക്കെ സൈനൊക്കെ വേണമെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. gather the patient's X-ray, medicine and other belongings. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ വേറൊരു വിങ്ങിലേക്കൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്ഥിതി ചെയ്യുക. അപ്പൊ അവിടേക്ക് എളുപ്പത്തില് നമ്മളൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും അതൊക്കെ പ്രത്യേക സെക്ഷനുകളായിരിക്കും. അപ്പൊ ഇതെല്ലാം ഗാദർ ചെയ്തിരിക്കണം, അതായത് കളക്ട് ചെയ്യണം. എക്സ്റേ, മെഡിസിൻസ് ആൻഡ് അതർ ബിലോങ്ങിങ്സ്, മറ്റെന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പേഷ്യന്റിന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കരുതിയിരിക്കണം. കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. അതായത് എവിടേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ വാർഡിലുള്ള വ്യക്തികളുമായിട്ട് കോള് ചെയ്തിരിക്കണം. എന്താണ് നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ട് വരുന്നുണ്ടെന്നുള്ള ഒരു മീനിങ് അവരായിട്ട് കൺസിഡർ, അവരായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരിക്കണം. ഏഡ് ദ റിലേറ്റീവ്സ് ടു gather other belongings. എന്തെങ്കിലും ബിലോങ്സ്, അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം, എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും. ഇപ്പൊ ചിലപ്പോൾ നമുക്കറിയാം ഒരു പേഷ്യന്റിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു വ്യക്തി കൂടി വേണ്ടി വരും. ചിലപ്പോൾ വിളിച്ച് എണീപ്പിക്കാനോ അല്ലെങ്കിൽ കിടത്താൻ അങ്ങനെ വയ്യാത്ത പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ആ റിലേറ്റീവിന്റെയും കൂടി കൂടുതൽ കരുതേണ്ടതായിട്ട് സഹായത്തിന് എന്നുള്ള ഒരു മീനിങ് ആണ് എയ്ഡ് ദ റിലേറ്റീവ് എന്ന് പറയുന്നത്. അതർ ബിലോങ്സ്. പിന്നെ മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. എന്തെങ്കിലും പേയ്മെന്റ്സ് ഇതുവരെ ഹോസ്പിറ്റൽ ചികിത്സിച്ച് ഈ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയാണെങ്കിലും ഒരു വിങ്ങില് ചികിത്സിച്ച അതുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും പേ ചെയ്യേണ്ടതായിട്ട് വരും. അനന്തരം വേറെ ഇതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ നിലവിലുള്ള പേയ്മെന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്തിരിക്കണം. അതെന്തായാലും അവർ മേടിച്ചിരിക്കുന്നു, അല്ലെ. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. ഈ വ്യക്തിയെ, ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെയും ഓക്കെയാണ്. ഇനിയാണ് ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റേജുകളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് റെസ്പോൺസിബിലിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത്. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആയിട്ട് ചില എന്താണ് ഏത് മാർഗം മുഖേനയാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ സ്ട്രക്ചർ വഴി വീൽ ചെയർ ഒക്കെ വഴി മതിയായിരിക്കാം. ഇൻ കേസ് അന്നത്തെ വേറെ ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ എന്താണ് നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായിരിക്കും. പ്ലാന്റോ അല്ലെങ്കിൽ എയർ ട്രാൻസ്ഫർ ഒക്കെ ആയിരിക്കും. അസിസ്റ്റ് ദ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കൂടുതലായിട്ട് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ടല്ലേ വരുള്ളൂ. ഡെലിവർ പേഷ്യൻസ് ഡോക്യുമെന്റ്സ്, belongings and report orally to the in-charge nurse and sister. അതായത് പേഷ്യന്റിന്റെ എന്തെല്ലാം രേഖകൾ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഡോക്ടർ കൊടുത്തതും അല്ലെങ്കിൽ ഉപയോഗിച്ചതുമായി കുറെ കാര്യം ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എന്താ പറയുന്നത് കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ. മാത്രമല്ല ഇൻചാർജ് ഇനി വരുന്ന നഴ്സിനോട് ഓറലി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. നമ്മൾ തന്നെ ആയിരിക്കണമെന്നില്ല, നഴ്സുമാർ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. gather the wards articles. ഇനി എന്തെങ്കിലും ആർട്ടിക്കിൾസ് അല്ലേ നമ്മളിപ്പോ ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ ഗ്ലൂക്കോസ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഈ വ്യക്തിക്ക് പറഞ്ഞോണം അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പേഷ്യന്റ് ആണെങ്കിൽ
അതെല്ലാം അതിനോടൊപ്പം തന്നെ കൊണ്ടുപോയിരിക്കണം. ഇവാലുവേറ്റ് ദ മെത്തേഡ്സ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നേഴ്സ്. അതേപോലെ തന്നെ ഈ റിസീവ് ചെയ്യുന്ന നേഴ്സ് അല്ലെ, പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ നേഴ്സ് ഇതെല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, അത് കൃത്യമായിട്ട് പരിശോധിക്കണം. മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. പേഷ്യൻസിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള വെൽഫെയർ, എന്തെങ്കിലും ഫിസിക്കൽ, ഇപ്പോ നമുക്കറിയാം ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ മൊമെന്റിൽ തന്നെ ചിലപ്പോൾ വ്യക്തിക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുകളൊക്കെ വരും. അപ്പൊ എന്തെങ്കിലും വെൽഫെയർ, എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പൊ വന്ന് ഇപ്പൊ പെട്ടെന്ന് ഒരു തടയിറക്കം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ പറയില്ലേ ചില പുതിയ സാഹചര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും വിക്സോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെറിയ കേസൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഴ്സിനോട് സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. Then provide oral report about the patient's condition to the receiving unit nurse. നേഴ്സുമാരോട് നിങ്ങൾ പറഞ്ഞ സമയം തന്നെ കഴിഞ്ഞു. എനിവേ നമുക്ക് കുറച്ച് വെച്ച് നിർത്താം അല്ലെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ രണ്ടൊന്നും മറ്റു ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കവർ ചെയ്ത് പോയി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എന്തായാലും 2 ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഇത് വെച്ച് വരെ നിർത്താം. അത് എന്താണ് ആർട്ടിക്കിൾസ്, ഇതിന് ശേഷം നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. ഓക്കെ അല്ലേ? ഇതുവരെ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ ഫോളോ ചെയ്യാനായിട്ട്. ഞാൻ ഇത്തിരി സ്പീഡിൽ എടുത്തു എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേഖല തന്നെയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമുക്കിത് കൈകാര്യം ചെയ്ത് പോകാം. ഓക്കെ, ഒന്നാമത് എനിക്ക് മൺഡേ എന്താ പറയുക ഫ്രൈഡേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, അപ്പൊ നമ്മൾ സ്പീഡിൽ ഹാൻഡിൽ ചെയ്താൽ പറ്റുന്നില്ല. അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് അല്ലേ, നമ്മൾക്ക് അത് നിർത്തണില്ല കേട്ടോ. ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് തരും, പക്ഷെ ഞാൻ കുറേശ്ശെ തരാമെന്ന് വിചാരിച്ചില്ല. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 1 PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തിട്ട് ഷെയർ ചെയ്താലും മതി. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. 1 PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, PHC എന്താ മറന്നുപോയി, അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ. അവിടെ എത്ര പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യുന്ന പറയണത്? ഇനി ഞാൻ ചോദിക്കുന്നില്ല, ആൻസർ എന്താ? 30,000. 30,000. 1 PHC is located for population of 30,000. Then next question, in which system based on healthcare delivery in rural area? In which system based on healthcare delivery in rural area? എന്ത് സിസ്റ്റം? റൂറൽ ഏരിയയിലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെയാ. എന്താണ്? 3-tier സിസ്റ്റം പറഞ്ഞതല്ല, നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്താണ് 3-tier സിസ്റ്റം. 3-tier system. In which system based on a healthcare delivery in a rural area? And the system on a 3-tier system. Question കൂടെ എഴുതിക്കോ. Principal unit of administration in India. For healthcare. Principal unit of administration in India for healthcare. Principal unit എന്തായിരിക്കും? നമ്മൾ ആ പീരിയഡിൽ കണ്ട അല്ലെ, ഏറ്റവും ടോപ്പിൽ എന്തായിരുന്നു? നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രലിലാണ്. അതിനുശേഷമാണ് നമ്മളുടെ ലാസ്റ്റ് തട്ടിലേക്ക് വന്നിട്ട് നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്ററും ആ ഒരു 3 ഡിവിഷൻ റൂറൽ ഏരിയയിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ആണ്. പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ
or health care. Third question, principal unit of administration in India for health care. Answer, center or national level. നിങ്ങൾ ഷെയർ ചെയ്തോളൂ. കിട്ടിയവരൊന്ന് ഷെയർ ചെയ്തോളൂ. എന്താ മാം സ്പെൻഡാ? ഓ എന്താ മാം നാഷണൽ ലെവൽ എന്താ അതിന്റെ മുന്നേ? നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവൽ എന്ന് പറയുന്നത് നാഷണൽ ലെവൽ. നമ്മൾ ആ പിരിമിഡ് എടുത്ത് നോക്കിയാൽ മതി. ആ പിരിമിഡിലുണ്ട് എന്താ കണ്ടോ നാഷണൽ ലെവൽ അത് കണ്ടോ? അത് ഒന്നില്ലെങ്കിൽ നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ. അതാണ് എന്താ പിന്നെ സ്റ്റേറ്റ് ലെവല് പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പൊ ഏറ്റവും ടോപ്പിൽ ഏതാണ്? നാഷണൽ ലെവലാ കിടക്കുന്നത്. ആ ഡയഗ്രത്തിൽ കണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 PHC is located for population of ഈ ടേം ഞാൻ പഠിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ മൊത്തത് പഠിച്ചിരിക്കുന്നു. അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. First question, 1 PHC is located for population of ഇതിലെല്ലാം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ 30,000 പീപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ബാലൻസ് ക്വസ്റ്റ്യൻസും എഴുതാം. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ബൈ. Okay.